ഹലോ, ഇത് ലിസ്ന ഒരു നാടൻപാട്ട് കലാകാരിയാണ്. രജനിയെ പിന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ലിസ്ന എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ലിസ്നയെ കൊണ്ട് ഞാൻ 2-3 പാട്ട് പഠിക്കാൻ പോവാം. കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്നയുടെ പേജ് ഫോളോ ചെയ്യണം. ലിസ്നയുടെ പാട്ടുകൾ കേട്ട് സപ്പോർട്ട് ചെയ്യണം. മായം 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 മണ്ണേ മായം മായം മായേ കിണാത്തിപ്പട്ടോല പുറത്തൊരുത്തിരി മായം 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 മണ്ണേ മായം മായം മായേ കിണാത്തിപ്പട്ടോല പുറത്തൊരുത്തിരി മായേ കാവിലെ കരിമുള്ളോ കായഞ്ചും പോയ നേരം പോയ നേരം വന്നാത്തി മായം 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 മണ്ണേ മായം മായം മായേ കിണാത്തിപ്പട്ടോല പുറത്തൊരുത്തിരി മായേ പെറ്റ പുള്ളേ മാഞ്ചോ മറഞ്ചോ പോയ ആളോ നിയലേന്തി പറന്തേ കിണാത്തി ആരാത്തിലറിഞ്ചോ അറിയാതെയോ കെട്ടി കാലും കുത്തി കാലു കാവേലും കുറിയും വെച്ച് മായം 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 മണ്ണേ മായം മായം മായേ കിണാത്തിപ്പട്ടോല പുറത്തൊരുത്തിരി മായേ. സൂപ്പറായിട്ടുണ്ട്. ലിസ്നയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് കേട്ടോ കുറേ. ഏതൊക്കെയാണെന്ന് ലിസ്ന തന്നെ ഒന്ന് പറയുന്നത് നല്ലത്. എന്നിട്ടെന്തേ ആടാട് അതിൻ്റെ അച്ചുട്ടി ഇവിടെ പാടി നടക്കും. രാസയ്യോ 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 എന്ന് പാടാമോ? അത് എങ്ങനെ താരാട്ട് പോലെ ഉണ്ട് പാട്ട്. അങ്ങനെ അതല്ലാതെ നമ്മൾ രാസയ്യോ അതാണ്. അതാണ് രസയ്യോ രാജരസയ്യാരോ രാജകുമാരക രസയ്യോ രാജരസയ്യാരോ രാജകുമാരക ಇಂಬೆ ಮುಳ್ಳು ನಾರಕ ಮುಳ್ಳೋ ಸೈಸ ಮಗ ಮಮ ನಾರಿಗವೋ ಇಂಬೆ ಮುಳ್ಳು ನಾರಕ ಮುಳ್ಳೋ ಸೈಸ ಮಗ ಮಮ ನಾರಿಗವೋ ರಸಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯೋ ರಾಜ ರಸಯ್ಯಾರೋ ರಾಜಕುಮಾರಗ ಇಂಬೆ ಮುಳ್ಳು ನಾರಕ ಮುಳ್ಳೋ ಸೈಸ ಮಗ ಮಮ ನಾರಿಗವೋ ಇಂಬೆ ಮುಳ್ಳು ನಾರಕ ಮುಳ್ಳೋ ಸೈಸ ಮಗ ಮಮ ನಾರಿಗವೋ രസയ്യോ രാജ രസയ്യാരോ രാജ അറിയപ്പെട്ടു തുടങ്ങിയത്. അതോടുകൂടി ഒത്തിരി അവാർഡുകളും പുരസ്കാരങ്ങളും ആദരവുകളും ലഭ്യമാക്കിയ ഒരു കലാകാരി കൂടിയാണ്. നന്നായി പാട്ട് പാടുക മാത്രമല്ല, പാട്ടിന് ഈണം നൽകി പാടി എന്നുള്ളത് എന്നിട്ട് എന്തേന്റെ പ്രത്യേകതയാണ്. ബിജു കോട്ടില എന്ന കണ്ണൂർക്കാരനായ ഒരു കൂട്ടാളിയാണ് അത് എഴുതിയിട്ടുള്ളത്. അതിന് ഈണം നൽകി പാടിയത് ലിസ്നയാണ്. നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് കേൾക്കാം. എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല പട്ടുഞ്ഞൊറിയിട്ട പാവാട വാങ്ങിത്തരാന്നു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടു തരാന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല ഇന്നലെ കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ ഇന്നു വെളുപ്പിനു തെയ്യം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല. കിട്ടുവായി കേട്ടോ. ഞാൻ പക്ഷെ അത്ര കേട്ടിട്ടില്ലായിരുന്നു. ആടാടൊന്ന് പാടാം. എനിക്ക് ആടാട് ഭയങ്കര ഇഷ്ടമാണ്. അച്ചുട്ടീൻ്റെ പാട്ടും കൂടെയാണത്. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പോഴേ അമ്മ വാങ്ങുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ വാങ്ങുടി കെട്ടുമ്പോഴേ
അമ്മ ചോടൊന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണിട്ടാ അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു തെളിയണട്ടാ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കേട്ടല്ലോ, ഞങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ വരും കേട്ടോ. എന്തായാലും ലിസ്നയുടെ പാട്ട് കേട്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കണം. എത്രയോ ആൾക്കാരുടെ പേജുകൾക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അപ്പം യഥാർത്ഥ കലാകാരികളായ നമ്മുടെ പിള്ളേർക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം വീണ്ടും കാണാം. ബൈ.